പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഫെബ്രുവരി 20 ലോക സാമൂഹ്യനീതി ദിനം. ഓരോ മനുഷ്യന്റെയും അന്തസ്സോടെയുള്ള നിലനിൽപ്പിന്റെ അടിസ്ഥാന ശിലയാണ് സാമൂഹ്യനീതി. സമത്വം, ഉൾക്കൊള്ളൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാന്യമായ തൊഴിൽ തുടങ്ങിയ സാമൂഹ്യ വിഷയങ്ങളിൽ സാധ്യമാകേണ്ട മാറ്റങ്ങളെ ഊന്നിപ്പറയുന്ന ദിനമാണ് ഇത്. നീതി നിഷേധിക്കപ്പെടുന്നിടത്തോളം കാലം സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കില്ല എന്ന തിരിച്ചറിവാണ് ഈ ദിനാചരണം നമുക്ക് നൽകുന്നത്. ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അവിടെ നീതി നിഷേധം നടക്കുന്നു. സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് കോർഡിനേറ്റർ ശശികല സഞ്ജീവ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും കൂടുതൽ മാറ്റി നിർത്തപ്പെട്ടവരുമായിട്ടുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, അതുപോലെ ദളിത് വിഭാഗം, OBC വിഭാഗത്തിൽപ്പെട്ടവരും കൂടുതലായി മാറ്റി നിർത്തപ്പെടുന്നു. CRSJS കോർഡിനേറ്റർ എന്ന നിലയിൽ നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് മുന്നിലുണ്ട്. എല്ലാവർക്കും നീതി ഉറപ്പാക്കുക എന്നതാണ് ഒരു പുരോഗമന സമൂഹം ചെയ്യേണ്ടത്. തുല്യനീതി ഉറപ്പാക്കുകയും എല്ലാവരെയും തുല്യരായി കാണുകയും ചെയ്യുമ്പോൾ മാത്രമാണ് പുരോഗമന സമൂഹം എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്നും ഒരു പ്രാകൃത സമൂഹത്തിന്റെ തുടർച്ചയാണ് നമ്മുടെ സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്നത്. അതിൽ നിന്നും നമ്മൾ പൂർണ്ണമായി മുക്തരായി എന്ന് പറയാൻ സാധിക്കുന്നില്ല. കേരളത്തിൽ താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ തമിഴ്നാട്ടിലൊക്കെ ഒരു കിണറ്റിൽ നിന്നും ഇപ്പോഴും വെള്ളം കോരാൻ പോലും സാധിക്കാത്ത വിധം വിവേചനം നടക്കുന്നുണ്ട്. സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും തുല്യനീതി ഉറപ്പാക്കുക എന്നതാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഒരുവന്റെ ജാതി, മതം ഒക്കെ അനുസരിച്ച് മാറ്റി നിർത്തപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളും മേഖലകളും ഇന്നും. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ബാക്കിലേക്ക് നീക്കി നിർത്തപ്പെടുന്ന ഒരു പ്രവണത കൂടുതലായി നിലനിൽക്കുന്നുണ്ട്. ഏത് മതത്തിലും ജാതിയിലും ഉള്ളവരായാലും ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർ കൂടുതലായി പാർശ്വവൽക്കരിക്കപ്പെടും. ശരിക്കും ഇവിടെ മാറേണ്ടത് സമൂഹമാണ്. സമൂഹം മാറുക എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ജനിക്കുന്ന സമയം മുതൽ ഞാൻ ഇന്ന കുടുംബത്തിൽ പിറന്നതാണ്, ഞാൻ ഇന്ന ജാതിയിൽ ഉള്ളതാണ് എന്നുള്ള ബോധ്യം ആ കുഞ്ഞിന്റെ മനസ്സിൽ കയറി കൂടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സമൂഹം മാറുന്നത്? ജാതിയിലും മതത്തിലും തന്നെ ശരിക്കും പറഞ്ഞാൽ പാർശ്വവൽക്കരണം കൂടുതലായി നടക്കുന്നുണ്ട്. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ മുതൽ അവന്റെ സ്കൂൾ തലത്തിലും അതിനുശേഷം അവനുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലയിലും പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അതുപോലെ ഒരു ദരിദ്ര സവർണനേക്കാളും ഒരു സമ്പന്ന ദളിതൻ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ മുതൽ സ്വന്തം വീട്ടിൽ നിന്നും തന്നെ മാറ്റം തുടങ്ങണം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ചിലരൊക്കെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്നുള്ള ഒരു ബോധം അവനിൽ ഉണ്ടാക്കുന്നു. അതാണ് ശരിക്കും മാറേണ്ടത്. അമേരിക്കയിലൊക്കെ വെളുത്ത വർഗ്ഗക്കാരെക്കാളും കൂടുതൽ കറുത്ത വർഗ്ഗക്കാർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാമൂഹികമായും സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്നവർ ലോകത്തിൽ എവിടെയും മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവട്ടെ.